യമനും സൊമാലിയയ്ക്കും സമീപം 2 വാണിജ്യ കപ്പലുകൾ സായുധ കടൽക്കൊള്ളക്കാർ തട്ടിയെടുത്തു. 2 കപ്പലുകളിലുമായി 22 ഇന്ത്യക്കാരാണ് ജീവനക്കാരായി ഉണ്ടായിരുന്നത്. ഇവരെല്ലാം സുരക്ഷിതരാണെന്നാണ് ലഭിക്കുന്ന വിവരമെന്ന് മുതിർന്ന ഷിപ്പിംഗ് മന്ത്രാലയ ഉദ്യോഗസ്ഥർ അറിയിച്ചു. വെള്ളിയാഴ്ച PTI ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. 2 വ്യത്യസ്ത സംഭവങ്ങളിലാണ് കപ്പലുകൾ കടൽക്കൊള്ളക്കാരുടെ നിയന്ത്രണത്തിലായത്. കാമറൂൺ പതാകയേന്തിയ MV ലൂത്തുഫ് എന്ന കപ്പൽ ഓഗസ്റ്റ് 17-ന് സൊമാലിയയിലെ പുൻലാൻഡ് തീരത്തിന് സമീപം തട്ടിയെടുക്കപ്പെട്ടു. കപ്പലിലുണ്ടായിരുന്ന 10 ജീവനക്കാരിൽ 6 പേർ ഇന്ത്യക്കാരായിരുന്നു. ഇതിന് പിന്നാലെ ഓഗസ്റ്റ് 20-ന് യമൻ തീരത്തോട് ചേർന്നുള്ള ഏഡൻ ഉൾക്കടലിൽ എറിട്രിയൻ പതാകയേന്തിയ MT സിബുവൻ എന്ന എണ്ണ ടാങ്കറും കടൽക്കൊള്ളക്കാർ പിടിച്ചെടുത്തു. ഈ കപ്പലിൽ 20 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഇവരിൽ 16 പേർ ഇന്ത്യക്കാരാണ്. MT സിബുവാനിൽ 6 സായുധ കടൽക്കൊള്ളക്കാരാണ് കയറി കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതെന്ന് ഷിപ്പിംഗ് മന്ത്രാലയ ഉദ്യോഗസ്ഥർ പറഞ്ഞു. കപ്പൽ യമൻ തീരത്തിന് സമീപം ഏഡൻ ഉൾക്കടലിലൂടെ സഞ്ചരിക്കുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത്. വ്യാഴാഴ്ച കപ്പലിൽ നിന്നും അടിയന്തര സഹായ സന്ദേശം ലഭിച്ചിരുന്നു. തുടർന്ന് തോക്കുകളുമായി എത്തിയ സംഘം കപ്പലിൽ കയറി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും കപ്പലിന്റെ ദിശ മാറ്റി സൊമാലിയൻ തീരത്തേക്ക് കൊണ്ടുപോകാൻ നിർബന്ധിക്കുകയും ചെയ്തതായാണ് വിവരം. സിമുൽ ടാങ്കർ എന്ന പേരിലും അറിയപ്പെടുന്ന സിബുവാനിൽ 16 ഇന്ത്യൻ നാവിക ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. കപ്പലിൽ തോക്കുധാരികൾ കയറിയതിനെ തുടർന്ന് ജീവനക്കാർ അടിയന്തര സഹായത്തിനായി സന്ദേശം അയച്ചിരുന്നു. സംഭവത്തെ തുടർന്ന് കപ്പലിന്റെ യാത്രാദിശ മാറ്റിയതായി ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു. കപ്പൽ ഇപ്പോൾ കടൽക്കൊള്ളക്കാരുടെ നിയന്ത്രണത്തിലാണെങ്കിലും ഇന്ത്യക്കാരടക്കമുള്ള ജീവനക്കാരെല്ലാം സുരക്ഷിതരാണെന്നാണ് ഇന്ത്യൻ അധികൃതർ വ്യക്തമാക്കുന്നത്. ഇതിന് 3 ദിവസം മുൻപാണ് MV ലൂത്തുഫ് എന്ന കപ്പൽ സൊമാലിയൻ തീരത്ത് പിടിച്ചെടുത്തത്. പുൻലാൻഡിലെ ഇൽജിലയിൽ മാരയ്ക്ക് സമീപം ആ തീരത്തു നിന്നും ഏകദേശം 3.5 നോട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പലിനെ കടൽക്കൊള്ളക്കാർ പിടികൂടിയത്. പിന്നീട് കപ്പലിനെ സൊമാലിയയിലെ നുഗാൽ തീരത്തേക്ക് കൊണ്ടുപോയി. MV ലൂത്തുഫിൽ 8 സായുധ കടൽക്കൊള്ളക്കാരാണ് കയറിയതെന്ന് വിവരം. AK-47 പോലുള്ള തോക്കുകളുമായി 2 ചെറിയ ബോട്ടുകളിലാണ് ഇവർ കപ്പലിനടുത്ത് എത്തിയത്. കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത ശേഷം ജീവനക്കാരെ നിയന്ത്രണത്തിലാക്കുകയായിരുന്നു. ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റതായി ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കടൽക്കൊള്ളക്കാർ കപ്പലിൽ കയറുമ്പോൾ ജീവനക്കാർ ആദ്യം കപ്പലിലെ സുരക്ഷിത മേഖലയായ സിറ്റഡലിൽ അഭയം തേടിയിരുന്നു. എന്നാൽ കടൽക്കൊള്ളക്കാർ സിറ്റഡിനുള്ളിലും പ്രവേശിച്ചതോടെ ജീവനക്കാർക്ക് അവിടെ തുടരാൻ കഴിഞ്ഞില്ല. തുടർന്ന് ജീവനക്കാരെ കപ്പലിന്റെ ബ്രിഡ്ജിലേക്ക് കൊണ്ടുപോയി. നിലവിൽ MV ലൂത്തുഫ് കടൽക്കൊള്ളക്കാരുടെ നിയന്ത്രണത്തിലാണെന്നാണ് വിവരം. MV ലൂത്തുഫിലെ 10 ജീവനക്കാരിൽ 6 പേർ ഇന്ത്യക്കാരാണ്. ഒരു തുർക്കി പൗരൻ, ഒരു ജോർജിയൻ പൗരൻ, 2 സെർബിയൻ സുരക്ഷാ ജീവനക്കാർ എന്നിവരും കപ്പലിലുണ്ടായിരുന്നു. കപ്പലിൽ തുർക്കിയിൽ നിന്നുള്ള ആയുധങ്ങൾ, ആശയവിനിമയ ഉപകരണങ്ങൾ, സാറ്റലൈറ്റ് ഉപകരണങ്ങൾ എന്നിവ ഉണ്ടായിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. മൊഗാദിഷുവിലെ തുർക്കി സൈനിക പരിശീലന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നതിനായാണ് ഈ സാധനങ്ങൾ കപ്പലിലുണ്ടായിരുന്നതെന്നാണ് വിവരം. MV ലൂത്തുഫ് പിടിച്ചെടുത്ത കടൽക്കൊള്ളക്കാർക്ക് മുൻകാല കപ്പൽ തട്ടിക്കൊണ്ടുപോകൽ സംഭവങ്ങളുമായി ബന്ധമുണ്ടാകാമെന്നും സംശയമുണ്ട്. പുൻലാൻഡ് മേഖലയിലെ കടൽക്കൊള്ള പ്രവർത്തനങ്ങൾ വീണ്ടും സജീവമാകുന്നുവെന്ന ആശങ്കയും ഇതോടെ ശക്തമായിട്ടുണ്ട്. യമനും സൊമാലിയയും ഉൾപ്പെടുന്ന മേഖലയിലെ സമുദ്ര സുരക്ഷ സംബന്ധിച്ച ആശങ്കകൾ ഇതിനകം നിലനിൽക്കുന്നതിനിടെയാണ് 2 കപ്പലുകൾക്കെതിരായ ആക്രമണം. പ്രത്യേകിച്ച് ഏഡൻ ഉൾക്കടൽ ലോകത്തിലെ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര കപ്പൽ പാതകളിലൊന്നാണ്. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിൽ സഞ്ചരിക്കുന്ന നിരവധി ചരക്ക് കപ്പലുകൾ ഈ മേഖലയിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിനാൽ ഇവിടെ നടക്കുന്ന ഓരോ കടൽക്കൊള്ള ആക്രമണവും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് വലിയ സുരക്ഷാ ഭീഷണിയും ആണ്.